ഹലോ, ഇന്ന് നമുക്ക് ബ്രഹ്മപുത്ര കാർണിവൽ കാണാൻ പോയ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഇവിടെ ഗോവട്ടി ആസാമിൽ ബ്രഹ്മപുത്ര കാർണിവൽ നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് ഇന്നലെ കാർണിവൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നൈറ്റാണ് പോയത്. തണുപ്പായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. നൈറ്റ് ആയതുകൊണ്ട് തണുപ്പ് കൂടുതലായതുകൊണ്ടായിരിക്കണം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അത് തന്നെയല്ല, കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ഒരു 1.5-2 മാസത്തോളം ആയെന്ന് തോന്നുന്നു തുടങ്ങിയിട്ട്. ഞങ്ങളിപ്പോഴാണ് പോയത്. അപ്പോൾ ധാരാളം വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നൈറ്റ് ആയതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റിയില്ല. ഫുള്ള് ലൈറ്റ് സെറ്റിങ്ങും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അകത്തോട്ട് കയറുമ്പോഴേ പല ഏരിയകളിലായി പല പല ഫുഡ് ഐറ്റംസ്, ഡെക്കോർ ഐറ്റംസ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഫുഡ് ഐറ്റംസാണ് ഈ സൈഡിലൊക്കെ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നത്. ഇതിനകത്ത് ഇവർ വറുത്ത് കോരി വെച്ചേക്കുന്ന കുറച്ച് സീ ഫുഡ് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഞണ്ട്, കൊഞ്ച് അതൊക്കെ ഉണ്ട്. അതിനിടയ്ക്കൂടെ നമ്മുടെ ഇവിടെ കിടന്ന ഒരു തരം പുഴുവിനെ അവർ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും നോർമലായിട്ട് ആ സാധനം കഴിക്കുന്നവരാണ്. അത് ഇവിടെ അവർ വറുത്ത് ആ കമ്പി കുത്തി വെച്ചേക്കുന്ന ഒരു സെറ്റ് സാധനം, ഈ കാണുന്ന ഒരു സെറ്റ്, ആ 3 സെറ്റ് സാധനങ്ങളും നമ്മുടെ പുഴുവിനെയാണ് അവർ വറുത്ത് വെച്ചേക്കുന്നത്. ബാക്കി പിന്നെ ഞണ്ട്, കൊഞ്ച് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ മുളയുടെ സാധനങ്ങൾ, ഇതെല്ലാം അവർ മുള വെച്ച് ഉണ്ടാക്കുന്നതാണ്. കുറേ നമ്മുടെ ഡെക്കോർ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ കപ്പ്, ബാഗ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. ഇതെല്ലാം ക്ലിപ്പ്, ഇതൊക്കെ ക്ലിപ്പുകളാണ്. ക്ലിപ്പ്, കീ ചെയിനുകൾ, പിന്നെ ഡെക്കോർ ഐറ്റംസ്, കപ്പ്, വാൾ ഡെക്കോർ ഐറ്റംസ്, ബാഗ്, ചീപ്പ്, അങ്ങനെ ധാരാളം സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവർ കമ്മലൊക്കെ കണ്ടു. ഇതൊക്കെ ഇവർ തന്നെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് കൈ കൊണ്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ നല്ല റേറ്റാണ് അവർ ഓരോന്നിനും ചോദിക്കുന്നത്. കാണാൻ നല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് എല്ലാം തന്നെ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ധാരാളം സ്റ്റാളുകളുണ്ട്. ഇത് ഓരോ മോഡൽ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഡെക്കോർ ഐറ്റംസൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊക്കെ കണ്ട്, ഇതൊക്കെ വാൾ ഡെക്കോർ ഐറ്റംസാണ്. ഇതൊക്കെ ത്രെഡ് വെച്ച് തുന്നി എടുത്തേക്കുന്നതാണ്. അത് കാണാനൊക്കെ എന്ത് ഫിനിഷിങ്ങാണെന്നറിയോ അത് ചെയ്തേക്കുന്നത്. നമുക്ക് മനസ്സിലാവത്തേ ഇല്ല ഇതൊന്നും ത്രെഡ് വെച്ച് ചെയ്തതെന്നുള്ള അത്ര ഫിനിഷിങ്ങിലാണ് ഓരോ വർക്കും ചെയ്തേക്കുന്നത്. എല്ലാം തന്നെ അവർ കൈകൊണ്ട് തുന്നി ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പിന്നെ ഈ വീടിൻ്റെ ഇതൊക്കെ നോക്കി എന്ത് പെർഫെക്റ്റായിട്ടാണ് അവർ ഓരോ കാര്യവും ചെയ്ത് വെച്ചേക്കുന്നതെന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പക്ഷേ വാങ്ങിക്കാനായിട്ട് അവർ നല്ല വിലയാണ് ചോദിക്കുന്നത്. നമ്മളെല്ലാം കണ്ടുപോയിരുന്നു. ഇതൊന്നും വാങ്ങിയിട്ടില്ല. വാങ്ങാൻ അവർ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റേതായ റേറ്റ് അവർ ചോദിക്കുമല്ലോ. പിന്നെ ധാരാളം സാധനങ്ങൾ ഇങ്ങനെ കൂടുതൽ ഇവർ കൈകൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗണപതിയും നമ്മുടെ കൃഷ്ണനെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ ഗണപതിയും കൃഷ്ണനും ഒക്കെ ഫോട്ടോ വെട്ടി ഒടിച്ചാണ്. ബാക്ക്ഗ്രൗണ്ട് അവർ മുളയുടെ ചീളിൽ ഉണ്ടാക്കി എടുത്തിട്ട് അതിനകത്ത് ഫോട്ടോ ഒട്ടിച്ചതാണ്. പിന്നെ ഇതൊക്കെ ഉണ്ട്, ബാഗുകളുണ്ട്, കൊട്ട മാതിരിയുള്ള സാധനങ്ങളുണ്ട്, മറ്റേ സഞ്ചിയുണ്ട്. ഇതെല്ലാം തന്നെ ഇവർ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പിന്നെ ധാരാളം ഫുഡ് ഐറ്റംസും ഉണ്ട്. കൂടുതൽ ഡെക്കോർ ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, അച്ചാറുകൾ, പല വെറൈറ്റി അച്ചാറുകൾ ഇവിടെ ഉണ്ട്. പിന്നെ കളിപ്പാട്ടങ്ങൾ, ഇതൊക്കെ നോർമൽ നമ്മുടെ സാധാ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെയാണ്. ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഒരു സൈഡിലാണ് ഹാൻഡ് മെയ്ഡ് നമ്മുടെ ബാംബൂവിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഉണ്ട് പല വെറൈറ്റി അച്ചാറുകൾ ഉണ്ട്. അച്ചാറിൻ്റെ മാത്രം സ്റ്റാളാണിത്. പല വെറൈറ്റി അച്ചാറുകളും ഉണ്ട് ഇവിടെ. പിന്നെ ഇതിനടുത്ത് നമ്മുടെ നാട്ടിലെ ചിപ്സും ഇതുമൊക്കെ ഇതിനപ്പുറത്തെ ഒരു സ്റ്റാളിലായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതൊക്കെ അച്ചാറുകളാണ്. മുളകിൻ്റെ ഉണ്ട്, മാങ്ങയുണ്ട്, പുളിയുണ്ട്, അങ്ങനെ പല അച്ചാറുണ്ട്. ഇവിടെ ചിപ്സും നമ്മുടെ ശർക്കര വരട്ടി ഉണ്ടല്ലോ, ചിപ്സ്, മിച്ചർ, ശർക്കര വരട്ടി. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തോ പറയുന്ന അറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത്. ആ ഒരുവിധം സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ചിപ്സ്, ശർക്കര വരട്ടി, മിച്ചർ, ഇതെല്ലാം നാട്ടിലെ സാധനങ്ങളാണ്. പക്ഷെ നല്ല റേറ്റാണ് അവർ ചോദിക്കുന്നത്. ഇതൊക്കെ നോർമൽ പിള്ളേരുടെ കളിപ്പാട്ടങ്ങൾ, ഇയറിങ്സ്, ഹെയർ ആക്സസറീസ്, ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ നോർമൽ സാധനങ്ങളാണ്, നോർമൽ കടകളൊക്കെ. പിന്നെ വേറെ സൈഡിലായിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകൾ, സ്ലൈഡിങ്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നൈറ്റ് ആയതുകൊണ്ട് ഇതൊന്നും ഓപ്പൺ അല്ലായിരുന്നു. ഇതെല്ലാം അവർ ക്ലോസ് ചെയ്തിരുന്നു. പിന്നെ ഇവിടെ കുറേ നമ്മുടെ പാനിപൂരി, ദഹി പുഷ്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സ്റ്റാളായിരുന്നു ഇത്. ഇതെല്ലാം ഫുഡ് ഐറ്റംസാണ്. കൂടുതലും ഇവിടെ ഫുഡ് ഐറ്റംസിനെയാണ് കാണാൻ കഴിയുന്നത്.
പിന്നെ വേറൊരു സൈഡിലായിട്ട് നമ്മുടെ മ്യൂസിക് ഷോ നടക്കുന്നുണ്ടായിരുന്നു. അത് മ്യൂസിക് ലൈറ്റിങ്ങും ഫുൾ സെറ്റിങ്ങും ഒക്കെ ആയിട്ട് കാണാൻ നല്ല രസമായിരുന്നു അവിടെ മ്യൂസിക് ഷോ. പക്ഷേ അന്നേരം തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ നോർമൽ ഫ്ലൂട്ട് ആ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുള്ളായിരുന്നു. അല്ല മ്യൂസിക്കായിട്ട് തുടങ്ങണമെങ്കിൽ എന്തോ രാത്രി 11 മണി എന്തോ ആകുമെന്ന് പറഞ്ഞതുകൊണ്ട് അത് തുടങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷേ ഫ്ലൂട്ടിൻ്റെ നല്ല പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ അവിടെ എൻട്രി ഫീസുണ്ട്. എൻ്റെ ഫസ്റ്റ് റോയിലൊക്കെ പോയി കയറി അവിടെ അകത്തിരുന്ന് കാണണമെന്നുണ്ടെങ്കിൽ എൻട്രി ഫീസ് കൊടുക്കണമായിരുന്നു. ഞങ്ങളിവിടെ ബാക്ക് സൈഡിലാണ്. എൻട്രി ഫീസ് ഉള്ളവർക്കും ഫീസ് ഇല്ലാത്തവർക്കും 2 ടൈപ്പുണ്ട്. ഞങ്ങളിവിടെ ബാക്കിലിരുന്നാണ് കുറച്ച് നേരം അത് കേട്ടു. അതിനുശേഷം ഞങ്ങളതെല്ലാം കണ്ടിട്ട് ശേഷം തിരിച്ച് പോരാനായിട്ട് ഇറങ്ങി. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. പുതിയ വീഡിയോകളും ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.